Iran. The Islamic Republic of Iran is not happy right now. Should have been done 47 years ago. Should have been done at least during the 47-year period. And it wasn't. Other presidents didn't do what was right. They should have done it a long time ago. It would have been much easier. And they want to settle so badly. They don't like what we're doing. And they do want to settle. We'll find out whether or not we settle with them or we just finish it off. But I want to thank Secretary of War Pete Hegseth. He's been amazing. Pete, thank you very much. Great job. ആഗോള വിപണിയെയും കോടിക്കണക്കിന് സാധാരണക്കാരുടെ ജീവിതത്തെയും നിശ്ചലമാക്കാൻ പോകുന്ന അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിലൂടെയാണ് പശ്ചിമേഷ്യ ഇപ്പോൾ കടന്നുപോകുന്നത്. ഇറാനെ ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തുന്ന 6ാം ദിവസത്തെ അതിശക്തമായ സൈനിക ആക്രമണവും അതിന് മറുപടിയായി ഗൾഫ് നാടുകളിലെ US താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന മിസൈൽ വർഷവും മേഖലയെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. കേവലം സൈനിക കേന്ദ്രങ്ങളിൽ ഒതുങ്ങാതെ ജനവാസ മേഖലകളിലേക്കും ആഗോള എണ്ണക്കടത്ത് പാതകളിലേക്കും പടരുന്ന ഈ യുദ്ധം ലോകരാജ്യങ്ങളെയാകെ കടുത്ത ആശങ്കയിലാഴ്ത്തുന്നു. മുൻ ദിവസങ്ങളിൽ സൈനിക കേന്ദ്രങ്ങളെയും എണ്ണ സംഭരണശാലകളെയും മാത്രമാണ് ലക്ഷ്യം വെച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ സാധാരണ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജനവാസ മേഖലകളിലേക്ക് കൂടി അമേരിക്കൻ മിസൈലുകൾ പതിച്ചു തുടങ്ങിയെന്നത് ലോകത്തെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇറാന്റെ പ്രധാന തീരദേശ നഗരമായ സിറിക്, ബുഷ്ഹർ, ബന്ദർ അബ്ബാസ് എന്നിവിടങ്ങളിലേക്ക് US സെൻട്രൽ കമാൻഡ് വ്യോമാക്രമണം കടുപ്പിച്ചത്. ഇതിൽ ബന്ദർ അബ്ബാസ് നഗരത്തിലെ റെയിൽവേ സ്റ്റേഷനുകളും പവർ പ്ലാന്റുകളും തകർത്ത അമേരിക്കൻ ആക്രമണത്തിൽ ബന്ദറി ഖാമിർ എന്ന പ്രധാനപ്പെട്ട പാലം പൂർണ്ണമായും തകർന്നു വീഴുകയും നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. തുടർച്ചയായ ബോംബിംഗ് മൂലം ഇറാനിൽ കടുത്ത ഊർജ്ജ പ്രതിസന്ധി ഉടലെടുത്തതായും ടെഹ്റാനിലെ ആശുപത്രികളിൽ നിന്ന് ക്യാൻസർ രോഗികളെ പോലും നിർബന്ധപൂർവ്വം ഒഴിപ്പിക്കേണ്ടി വന്നതായും വാർത്തകൾ വരുന്നുണ്ട്. എന്നാൽ ഈ കടുത്ത പ്രഹരങ്ങൾക്കിടയിലും ഇറാൻ ഒട്ടും പിന്നോട്ട് പോകുന്നില്ല. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം യുദ്ധത്തിന് മുൻപുള്ള സ്ഥിതിയിലേക്ക് ഇനി ഒരിക്കലും മടങ്ങില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലെ US താവളങ്ങൾക്ക് നേരെ ശക്തമായ പ്രത്യാക്രമണം ആരംഭിച്ചു കഴിഞ്ഞു. ബഹ്റിനിലെയും കുവൈറ്റിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് മിസൈലുകൾ തൊടുത്തുവിട്ടതായി സ്ഥിരീകരിക്കുന്നുണ്ട്. ഖത്തറിലും ജോർദാനിലും കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഖത്തറിൽ പതിച്ച മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് ഒരു കൊച്ചുകുട്ടിക്ക് പരിക്കേറ്റതായാണ് ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട്. പശ്ചിമേഷ്യയിലെ മുഴുവൻ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യം വെക്കാൻ മടിക്കില്ലെന്ന ഇറാന്റെ പ്രഖ്യാപനം ഗൾഫ് മേഖലയെ ആകെ വലിയ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. അതേസമയം യുദ്ധമുഖത്തെ ഈ വൻ പ്രതിസന്ധികൾക്കിടയിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വൻ നയതന്ത്ര വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് വലിയൊരു നിർണായക സംഭവ വികാസമാണ്. ഇറാനുമായി അമേരിക്ക വളരെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമാധാന കരാർ പൊളിച്ചത് ഇസ്രായേൽ ആണെന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പരസ്യമായി കുറ്റപ്പെടുത്തിയിരിക്കുന്നു. മുൻ ട്രംപ് പ്രചരണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്ക് വരെ ഇസ്രായേൽ വൻതോതിൽ ഫണ്ട് നൽകി സമാധാന ചർച്ചകൾ അട്ടിമറിക്കാൻ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ നടത്തിയെന്നാണ് അമേരിക്ക ഇപ്പോൾ ആരോപിക്കുന്നത്. ഈ പരസ്യ കുറ്റപ്പെടുത്തൽ വർഷങ്ങളായുള്ള അമേരിക്ക ഇസ്രായേൽ സഖ്യത്തിന്റെ തകർച്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ യുദ്ധം ഇപ്പോൾ വെറുമൊരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് ആഗോള സമ്പദ് വ്യവസ്ഥയെയും സാധാരണക്കാരെയും നേരിട്ട് ബാധിക്കുന്ന വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. പ്രതിദിനം 2 കോടിയിലധികം ബാരൽ ക്രൂഡ് ഓയിൽ കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാൻ തടഞ്ഞതോടെ ആഗോള വിപണിയിൽ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $85 കുതിച്ചുയർന്നു. ഇതിന് തടയിടാൻ ഗൾഫ് രാജ്യങ്ങൾ ചെങ്കടലിനെയും ബാബ് അൽ മന്ദബ് കടലിടുക്കിനെയും ആശ്രയിച്ചിരുന്നെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ ഇറാൻ തങ്ങളുടെ സഖ്യകക്ഷികളായ യമനിലെ ഹൂതി വിമതരെ രംഗത്തിറക്കിയിരിക്കുകയാണ്. സൗദി അറേബ്യ യമനിലെ ആക്രമണം നിർത്തിയില്ലെങ്കിൽ ബാബ് അൽ മന്ദബ് പാത പൂർണ്ണമായും അടയ്ക്കുമെന്നാണ് ഹൂതികളുടെ ഭീഷണി. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 7% നടക്കുന്ന ഈ പാത കൂടി അടയ്ക്കപ്പെട്ടാൽ കപ്പലുകൾക്ക് ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിക്കേണ്ടി വരും. ഇത് ചരക്കു നീക്കത്തിന് 15ഓളം ദിവസത്തെ അധിക സമയവും വൻ സാമ്പത്തിക ബാധ്യതയും വരുത്തിവെക്കും. ക്രൂഡ് ഓയിൽ വില $200 എത്തിക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനം യാഥാർത്ഥ്യമായാൽ അത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ കടുത്ത വിലക്കയറ്റത്തിന് കാരണമാകും. ഇന്ത്യയെ സംബന്ധിച്ച് ഈ യുദ്ധം അതീവ ആശങ്കാജനകമാണ്. ഹോർമൂസ് പാതയിലൂടെ യാത്ര ചെയ്യുന്ന ഇന്ത്യൻ കപ്പലുകൾക്ക് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഇതിനോടകം കർശന ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ആ മേഖല ഒഴിവാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. യുദ്ധമേഖലയിലെ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന 150ഓളം ഇന്ത്യൻ നാവികരുടെ സുരക്ഷ ഇപ്പോൾ വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. രാജ്യത്ത് ഇന്ധനവില കുറയുമെന്ന സാധാരണക്കാരന്റെ പ്രതീക്ഷകൾക്ക് കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് അന്താരാഷ്ട്ര വിപണി അസ്ഥിരമായി തുടരുകയാണ്. വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിലെ ഈ യുദ്ധം ലോകത്തെ എങ്ങോട്ട് നയിക്കുമെന്നതാണ് ആശങ്ക. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ മിറർ.